മഹ്ദി ഇമാം വന്നപ്പോൾ വലിയ പ്രശ്നം എന്താ? പിന്നെ നമ്മളെ കളി നടക്കും. ചൂണ്ടും പോന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ മഹ്ദി ഇമാം വരാത്തത് കൊണ്ട് നമ്മളെ തൗബയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കും. മഹ്ദി ഇമാം വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ പോരെന്ന് പറഞ്ഞാൽ പോയി കോളണം. മഹ്ദി ഇമാമിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞു പോയാൽ ഫലാ യതുബുല്ലാഹു അലൈഹിം അബദാ, ആ വ്യക്തിയുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കൂല. അതായത് പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ കുട്ടികളെയും കാണാൻ പോകൽ നടക്കൂല. പുറത്തു പറയണ്ട, രഹസ്യമാണ്. നിങ്ങളൊക്കെ ഇപ്പൊ വിചാരിക്കണ നമ്മൾ ഈ മന്തി, കുഴിമന്തി, ബിരിയാണി ഇതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ മഹ്ദി ഇമാം വന്നു. അൽഹംദുലില്ലാ, നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ വളർത്തുന്നു. എവിടുന്ന അവരൊക്കെ വരുന്നത്? നിന്റെ അജലെത്താതെ നീ മരിക്കൂല. നീ അജലെത്തിയാൽ മരിക്കും. വലൗ കുന്തും ഫീ മുറൂജിൻ മുശയ്യദ, സുഭദ്രമായ കോട്ട കെട്ടി ഇരുന്നാലും മരിക്കും. ഒക്ടോബർ 7 ഗസയിൽ യുദ്ധം തുടങ്ങി. കുറച്ച് ആളുകൾ മരിച്ചു, ആയിരക്കണക്കാണ്. അല്ലാഹു അവർക്ക് ഷഹീദിന്റെ പദവി കൊടുക്കട്ടെ, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഷഹീദിന്റെ പദവിയും കൊടുക്കട്ടെ. ശരി, അപ്പൊ ആയിരക്കണക്കായ ആളുകൾ മരിച്ചു. ശരി, ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയില്ല എന്ന് സങ്കല്പിക്കുക. ഇവർ മരിക്കൂലേ? ആണുങ്ങൾ വർത്താൻ പറയും, മറുപടി എന്ന് മരിക്കും. ഇതിനുള്ളിൽ തന്നെ ഇപ്പോൾ അവർ മരിച്ച ഡേറ്റിന് തന്നെ മരിക്കും. ഓട്ടോറിക്ഷ കുത്തി മരിക്കും, അല്ലെങ്കിൽ ബാക്കിൽ മോട്ടോർ സൈക്കിൾ കുത്തി മരിക്കും, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങി മരിക്കും. എന്താണെങ്കിലും ഇതിനകം അവർ മരിക്കും. പക്ഷെ അവർക്ക് ഷഹീദ് എന്ന പേര് കിട്ടൂല. ഓഹോ, അപ്പൊ യുദ്ധം വന്നത് ഭാഗ്യം. ഈ പറഞ്ഞത് നുണയാന്ന് പറയാൻ ഏതെങ്കിലും ഒരു ബാപ്പ ഉണ്ടെങ്കിൽ അപ്പോൾ യുദ്ധം അവർക്ക് ചെയ്തത് നന്മയാണ്. അതിനർത്ഥം യുദ്ധം വേണമെന്നല്ല, യുദ്ധം വേണ്ട ഒന്നുമല്ല. അതൊക്കെ ഊപ്പർവാലൊക്കെ തക്തീർ. സത്യല്ലേ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് മുന്നിലേക്ക് വരില്ല, ഒരു സെക്കൻഡ്. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, തമാശക്കാരൻ. അപ്പൊ അവൻ എന്നോട് പറയും, ഞങ്ങൾ 2-3 ആളുകൾ കരക്കാര് ഒന്നിച്ച് സുബഹി നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞാൽ ഇവർക്ക് ഓടാൻ പോകണം. അവരെന്നെ വിളിക്കും, നമുക്ക് ഓടാൻ പോവല്ലേ. എനിക്കാവട്ടെ ഉറക്ക് തീർന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഓടാൻ പോവില്ല. ഞാൻ ഓടാൻ പോകാതിരിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടും, നീ ഇങ്ങനെ നടന്നോ, അറ്റാക്കായി മരിക്കും. അവർ 2 ആളും മരിച്ചു. ഞാൻ ഓടാത്തോൻ ബാക്കി. പുറത്തു പറയണ്ട. ഒരുത്തൻ പാമ്പ് കടിച്ച് മരിച്ചു, ഓടുന്നതിനിടയിൽ പാമ്പ് കടിച്ച് മരിച്ചു ഒരാൾ. ഇവ നല്ല അടിച്ചു മാറും, നല്ല ബീഫ് എന്താ പറയാ, ചോറൊക്കെ കിട്ടി അടിച്ച് കയറ്റും, മട്ടൻ ചിക്കൻ ഒക്കെ കയറ്റും. പക്ഷെ മൂപ്പര് മരിച്ചില്ല. പക്ഷെ ഇങ്ങനെ തിന്ന് നടന്നു, അറ്റാക്കായി മരിക്കും. എനിക്കോട്ട് അറ്റാക്കും വരുന്നില്ല. ആര് പറയാ? സത്യം. എന്തുകൊണ്ട്? ഒരു സെക്കൻഡ് മുന്നോട്ടും ഇല്ല. പിന്നെ ഈ ബേജാറ് എന്തിനാ നിങ്ങൾക്ക് മഹ്ദി ഇമാമിനെ? മഹ്ദി ഇമാം വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്? മഹ്ദി ഇമാം വരുന്നത് മഹ്ദി ഇമാമിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാനാണ്. മഹ്ദി ഇമാം വന്നതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകില്ല, നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കണം. മഹ്ദി ഇമാം ആകെ 7 അല്ലെങ്കിൽ 9 കൊല്ലം ജീവിക്കും, വന്നാൽ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം
1500 കൊല്ലം ഉണ്ടായിരുന്നു സങ്കല്പിക്കുക, അല്ലെങ്കിൽ 2000 കൊല്ലം ഉണ്ടായിരുന്നു സങ്കല്പിക്കുക, ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം 1500 കൊല്ലം ഉണ്ടായിട്ടുണ്ടാവുകയാണെങ്കിൽ മഹ്ദി ഇമാമ് ജീവിക്കുന്നത്, മഹ്ദിമാമായി പ്രത്യക്ഷപ്പെട്ട് ജീവിക്കുന്നത് 9 കൊല്ലം. അപ്പോൾ മഹ്ദിമാമിന്റെ സുഖം അനുഭവിക്കുന്നത് സുഖമുണ്ടെങ്കിൽ മഹ്ദിമാമ വന്നതുകൊണ്ട് മുസ്ലിം ജനതത്തിന് ഒരു സുഖമുണ്ടെങ്കിൽ തന്നെ ആ സുഖത്തിന് പാത്രീഭൂതരാകുന്നത് 9 കൊല്ലത്തെ ആളുകൾ. അപ്പൊ ബാക്കിയുള്ളവരോ? ഇവർക്കൊന്നും മഹ്ദിമാമ വേണ്ടേ? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മഹ്ദിമാമ വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്? മഹ്ദിമാമ വരുന്നതിന് മുമ്പ് അള്ളാന്റെ തഖ്ദീർ നടക്കും. മഹ്ദിമാമ വന്നാലും അള്ളാന്റെ തഖ്ദീർ നടക്കും. നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പറയുന്ന വാക്കാണ് മഹ്ദിമാമ വരും, മഹ്ദിമാമ വരും, മഹ്ദിമാമ വരും. എന്തിനു വരും? മഹ്ദിമാമിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വരും. ഒരു നിലക്ക് മഹ്ദിമാമ വരാതിരിക്കുന്നു നല്ലതാണ്. എന്തുകൊണ്ട്? നീ വരാതിരിക്കാൻ വേണ്ടി പറയല്ല, ഞാൻ കരുനാക്കൊണ്ടാണ് മഹ്ദിമാമ വരാത്തത് എന്ന് വിചാരിക്കണ്ട. മഹ്ദിമാം വന്ന വലിയ പ്രശ്നം എന്താ? പിന്നെ നമ്മളെ കളി നടക്കില്ല. പോന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ തോബ അല്ലാഹു തആല സ്വീകരിക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ മഹ്ദിമാം വരാത്തത് കൊണ്ട് നമ്മളെ തോബയ്ക്ക് അല്ലാഹു തആല സ്വീകരിക്കും. മഹ്ദിമാം വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ പോരെന്ന് പറഞ്ഞാൽ പോയി കോളണം. മഹ്ദിമാമിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞു പോയാൽ ഫലാ യതുബുല്ലാഹു അലൈഹിം അബദാ, ആ വ്യക്തിയുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കൂല. അതായത് പിന്നെ നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണാൻ പോകൽ നടക്കൂല. പുറത്തു പറയണ്ട, രഹസ്യമാണ്. നിങ്ങളൊക്കെ ഇപ്പൊ വിചാരിക്കണ നമ്മൾ ഈ മന്തി, കുഴിമന്തി, ബിരിയാണി ഇതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ മഹ്ദിമാമ വന്നു, അൽഹംദുലില്ലാ നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ വളർത്തുന്നു. എവിടുന്ന അവരൊക്കെ വരുന്നത്? എന്താ അന്തല്ലാത്ത മാപ്പിളാര്? മഹ്ദിമാമ വരാൻ വേണ്ടിയിട്ട് യാസിനോട് ഞങ്ങൾ മഹ്ദിമാമ പോകാൻ വേണ്ടി കത്തോതണ്ടി. മനുഷ്യന്മാർക്ക് അന്തമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വയറ് നിർത്തി. ഞാനിപ്പോൾ ഒരു 1.5 കൊല്ലത്തിനിടയിൽ ആദ്യം പറയുന്ന വയറാട് അതിനെ പോകലില്ല. നിർബന്ധിച്ചതാ, കുറച്ച് ആളുകൾ നിർബന്ധിച്ചതാ പരിപാടിക്കൊന്ന് വരണമെന്ന് നിർബന്ധിച്ചതാ. പരമാവധി ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് നിർബന്ധിച്ചതാ. ഒന്നും ഉണ്ടായിട്ടല്ല. മനുഷ്യന്റെ ബുദ്ധി ഇങ്ങനെയാണ്. മനുഷ്യൻ നേരെ ചിന്തിക്കൂല. മഹ്ദിമാമ വന്ന റഹ്മത്തുള്ളാഹിക്ക് എന്താണ്? അൽഹംദുലില്ലാ വന്നാൽ എനിക്ക് ഉത്തരവാദിത്വം കൂടും. എന്ത് ഉത്തരവാദിത്വം? മഹ്ദിമാമ് വിളിച്ചോട്ട് നടക്കേണ്ടി വരും. ഇല്ലെങ്കിലോ എന്റെ ഇഷ്ടത്തിന് പോവാം. അപ്പൊ ഇന്നെ വിളിച്ചോട്ട് നല്ലത് മഹ്ദിമാമ് വരാതിരിക്കുക. ചില ആളുകൾ പറയും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നമ്മൾ ജീവിച്ചില്ലല്ലോ. അപ്പൊ അള്ളാഹ് നിന്നോട് അക്രമം കാട്ടി. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച് അബൂജാലിന്റെ ആളാവുന്നതിനേക്കാൾ നല്ലത് ഇന്നത്തെ കാലത്ത് മുഅ്മിനായല്ലേ. നമ്മളെ പോലെ കയ്യും കണ്ണും കാതുള്ള ആളുകൾ തന്നെയാണ് അക്കാലത്ത് റസൂലുള്ളാഹിക്കെതിരായത്. അന്നും ലക്ഷോപലക്ഷം, ദശലക്ഷം, ശതലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിൽ ഉണ്ടായിട്ട് മുത്തുനബിന്റെ കൂടെ വന്നത് 1.5 ലക്ഷം ആളുകളാണ്. അപ്പോൾ ഭൂരിപക്ഷവും റസൂലുള്ളാഹിക്ക് എതിരാണ്. അക്കൂട്ടത്തിൽ കൂടുന്നതിനേക്കാൾ നല്ലത് ഇന്ന് റസൂലുള്ളാഹി അല്ലാത്ത കാലത്ത് റസൂലുള്ളാഹിനെ ഓർത്ത് കരയലില്ല. നമ്മളെ പറ്റി ചിന്തിക്കണില്ല. നമ്മൾക്ക് സുഖിക്കണം, സന്തോഷിക്കണം. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ചില വിളവുകളിൽ പെട്ടതാണ് മഹ്ദിമാമ വരിക എന്ന കാര്യം. മഹ്ദിമാമ അല്ലേ വരും. ലൗലം യബ്ഖ മിന ദുനിയ ഇല്ലാ യൗമൻ ലയുതവ്വിലുല്ലാഹു ദാലിക അൽയൗം വയബ്അസു റജുലൻ മിൻ അഹ്ലി ബൈത്തി മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാളാകാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും അല്ലാഹു തആല ഇമാം മഹ്ദിയെ പറഞ്ഞേക്കും. ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും ലയുതവ്വിലുല്ലാഹു ദാലിക അൽയൗം, ആ ദിവസത്തെ അല്ലാഹു തആല നീട്ടും. വയബ്അസു, എന്നിട്ട് മഹ്ദിമാമിനെ പറഞ്ഞേക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വരും, ഉറപ്പ്. എന്തിനു വരും? ആ മഹാന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി വരും. നമ്മളെ ഉത്തരവാദിത്വം നിർവഹിക്കാനല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ?
റസൂലുള്ളാഹിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി അയച്ചു. അപ്പോൾ റസൂലുള്ളാഹി ഹുദൂറിൽ ഉണ്ടാകുമ്പോൾ 1.25 ലക്ഷം ആളുകൾ ഉത്തരവാദിത്തമേറ്റു. ബാക്കിയ എല്ലാവരും അള്ളാഹിന്റെ കോപത്തിനിരയായി. അങ്ങനെയല്ലേ? എന്റെ കൂടെ വരി, എന്റെ കൂടെ തന്നെ പറയും. മനസ്സിലായില്ല? ശതലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിൽ വസിക്കവേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്തിനു വന്നു? അല്ലാഹു وما أرسلناك أي أنت مرسل وأنت مسؤول وما أرسلناك إلا رحمة للعالمين. നിങ്ങൾ ഒരു ഉത്തരവാദിത്തത്തിൽ പറഞ്ഞു വെച്ചു. നിങ്ങൾ ഉത്തരവാദിത്തം നിർവഹിച്ചു. ആ ഉത്തരവാദിത്തം ഹബീബായ നബി അവരുടെ ഐനിന്റെ മുന്നിൽ, അവരുടെ വജ്ഹിന്റെ മുന്നിൽ, അവരുടെ കാലത്ത് ദേശത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ 1.25 ലക്ഷം ആളുകൾ ഉത്തരവാദിത്തം നിർവഹിച്ചു. അവർ സ്വഹാബികളായി. ബാക്കിയുള്ളവർ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല. ഒരു മുറിക്കപ്പുറത്ത് 13 കൊല്ലം അബൂലഹബ് പാർത്തു. എന്താ പറഞ്ഞു? ഒരു ചുമരിനപ്പുറത്ത് അബൂലഹബ് പാർത്തത് ലോകത്തിന്റെ മാണിക്കക്കല്ലുണ്ടായിരിക്കവേ 13 വർഷം. 14-ാമത്തെ വർഷം മുപ്പര് വീട് മാറിപ്പോയതല്ല, റസൂലുള്ളാഹി ചുമര്. അല്ലെങ്കിൽ 14-ാം കൊല്ലം മുപ്പരോട് തന്നെ ഓർക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കവേ അവിടുത്തെ ചുമരിനപ്പുറത്ത് പാർത്തു അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. എത്ര കൊല്ലം? 13 കൊല്ലം. ഈ വീട്ടിലേക്ക് 82 സൂറത്ത് ഇറങ്ങുമ്പോഴും അയാൾ അപ്പുറത്ത്. എന്താ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എത്ര സൂറത്ത്? 82. ഈ വീട്ടിലേക്ക് 82 സൂറത്ത് ഇറങ്ങിയപ്പോഴും അയാൾ അപ്പുറത്ത്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഹതഭാഗ്യനാര നബിയുടെ ചുമരിനെ അപ്പുറത്ത് പുറത്താണ്. എന്തെങ്കിലും പറയുന്നത്? മഹദിമ വന്നിട്ട് നിങ്ങളുടെ എന്റെ മാപ്പിള നിങ്ങൾക്ക് വേറല്ല വർത്താനം പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ആട്ടുതൊട്ടിൽ കിടന്ന് ആടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണികളാണൊക്കെ. മഹദിമാമിന്റെ സമയത്ത് അല്ലാഹു പറഞ്ഞേക്കും വരാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉത്തരവാദിയാണ്. എന്തുകൊണ്ട്? ഈ മഹ്ദി ഇമാം വരാൻ അടുത്ത് പോയ ആളുകളൊക്കെ മോശക്കാരായിരുന്നു. അത് പ്രശ്നം. പിന്നെയും പ്രശ്നം. അടുത്തൊന്നും മഹ്ദി ഇമാം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പിടിച്ചിരിക്കണില്ലേ? കസേരയിൽ പിടിച്ചിരിക്കണില്ലേ? പറയുങ്ങൾ വീണുകൊണ്ട കസേരയിൽ പിടിച്ചെന്നെ ഇരിക്കണേ. എന്താ പറയും മനുഷ്യന്മാരെ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? കേട്ടോ താല കൊടുത്ത് കേട്ടോ. മഹ്ദി ഇമാം വരാനായാൽ മുസ്ലിമീങ്ങൾ അള്ളാന്റെ കോപത്തിനിരയായ മുസ്ലിമീങ്ങളായിരിക്കും. എന്തുകൊണ്ട്? മഹ്ദി ഇമാം വന്നാൽ ഇസ്ലാമിന് ഇസ്ലാം മഹ്ദി ഇമാം വരുന്ന കാലത്ത് മരിച്ചു. അപ്പോൾ ഇസ്ലാമിനെ മരിപ്പിച്ചതിൽ നമ്മൾ ഉത്തരവാദിയാണ്. മഹ്ദി ഇമാമിന് പഠിച്ചോ കൊടുത്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സമർപ്പിക്കാൻ തയ്യാറില്ല. എന്താ പറഞ്ഞേ? ഞാൻ ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളെ വായിക്കുക. ഞാൻ ആർക്കെങ്കിലും കാണുന്ന വലിയ ധൃതി ഉണ്ടെങ്കിൽ ഞാൻ പോണ വണ്ടി കാര്യം എൻ്റെ കയ്യിലുണ്ട് കിതാബ്. പേടിക്കണ്ട, കൊണ്ടാവാൻ പേടിക്കണ്ട. فينفخ الإسلام للإسلام روحا فينفخ للإسلام روحا إسلامنا روح آري إمام مهدي رضي الله عنه بعدما كان ميتا أول വരുമ്പോൾ ഇസ്ലാം മയ്യിത്തായിരിക്കും. അപ്പോൾ മഹ്ദി ഇമാം അടുത്ത കൊല്ലം വന്നാൽ ഇസ്ലാം മയ്യിത്തായിരിക്കവേ സുഖിച്ച് ജീവിച്ച ഉത്തരവാദിത്വം കൂടി നമ്മൾ പേറണം. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? മഹ്ദി ഇമാം 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ദുആ ഇറക്കാം, റബ്ബേ ആ മരിക്കണ മുമ്പ് ഇന്നെ മരിപ്പിച്ചോണ്ട. അപ്പൊ ഞാൻ മരിച്ച കാലത്തെ പങ്കാളിയാവില്ലല്ലോ. നമുക്ക് നല്ല നല്ല കുപ്പായുണ്ടോ? നിങ്ങളുടെ കുപ്പായം, കോട്ട്, പിന്നെന്താ ഗസ്റ്റ്. മഹ്ദി ഇമാം അടുത്ത കൊല്ലം വരികയാണെങ്കിൽ ഈ ഗസ്റ്റായിരിക്കുന്നവൻ്റെ പ്രശ്നം എന്താ? ഇസ്ലാമിനെ മരിപ്പിക്കാൻ കൂടിയ ആളുടെ കൂട്ടത്തിൽ ഞാൻ കൂടി. നിങ്ങൾ എവിടുന്ന് വരുന്നത്? അള്ളാഹു ജീവിച്ചു തന്ന ഒരു ദീനിനെ കാലക്രമത്തിൽ മരിപ്പിക്കാൻ നമ്മൾ കൂടി.
ദുനിയാവിന്റെ പിന്നാലെ ഓടി ദുനിയാവിന്റെ അഹ്ലുകാരെ വലിപ്പത്തിന് പറഞ്ഞു. എന്താ നമുക്ക് പണി? എന്താ നമ്മളെ വയലുകളാകെ ആക്കി കുറുക്കി നോക്കിയാൽ ദുനിയാവിന്റെ അഹ്ലുകാരെ വലിപ്പത്തരം പറയൽ മാത്രമാണ്. ഇതിന് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വയൽ നിർത്തിയത്. നിങ്ങൾ ഇന്നെ വെറുതെ കാക്കക്കുട്ടിൽ കല്ലിട്ട് കൊണ്ടുവന്നത്. അത് നിർത്തിയതാണ്. ദുനിയാവിന്റെ അഹ്ലുകാരെ വലിപ്പത്തരം പറയാൻ ആകൂല. പടച്ചോന്റെ വലിപ്പത്തരം തന്നെ പറയാൻ നേരല്ല. പിന്നെന്താ പടപ്പിന്റെ വലിപ്പത്തരം പറയും? അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ട പടപ്പാകണം. മുഹമ്മദ് മുസ്തഫ സ്വഹാബ് റസൂലില്ല, ഔലിയാഉല്ലാഹ്, അംബിയാഉല്ലാഹ്, അവരെ വലിപ്പത്തരം പറയാതെ അള്ളാഹുവിന്റെ ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന അൻഅംത അലൈഹിം വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന. അപ്പൊ 4 കാറ്റഗറിയിലുള്ള ആളുകളെ വലിപ്പത്തരം പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും. അല്ലാത്തൊരു വലിപ്പത്തരം പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ട് രാഷ്ട്രീയക്കാരുടെയും മുതലാളിമാരെയൊക്കെ വലിപ്പത്തരം പറഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൂന്ന് വിഭാഗം ആളുകളോട് ഒരിക്കലും നീ സഹവസിക്കരുത്. ഞാൻ ഹിക്കമിന്റെ ശറഹായ ഈ ഖാലിൽ നിന്ന് വായിക്കാം. ആരാ പറയുന്നത്? സഹീൽ ഇബ്നു അബ്ദില്ലയെ തൊട്ട് ഇബ്നു അജീബ തമ്മിൽ തങ്ങൾ ഈ ഖാലിൽ ഉദ്ധരിക്കുകയാണ്. മൂന്ന് വിഭാഗം ആളുകളോട് ഒരിക്കലും നീ സഹവസിക്കരുത്. അവർ നിന്റെ ഈമാനിനെ കൊന്നുകളയും. അല്ലാഹു കാക്കട്ടെ. അതാരൊക്കെയാണ് മൂന്ന് വിഭാഗം ആളുകൾ? ഒന്ന് അൽ ജബാബിറത്തുൽ ഗാഫിലീൻ, അല്ലാഹുവിനെ കുറിച്ച് അശ്രദ്ധരായ ജനനേതാക്കന്മാർ. അവരെ വലിപ്പത്തരം പറയുന്ന പണിയല്ലേ നമുക്ക് എന്ത് കിട്ടാൻ? അവരെ വലിപ്പത്തരം പറയുന്നതനുസരിച്ച് ഇസ്ലാം മരിച്ചു. ജനങ്ങളെ സോപ്പിട്ട് മയക്കി കാശ് പിടുങ്ങുന്ന പണ്ഡിതന്മാർ, അവരോടും സഹവസിക്കരുത്. ദൂന് നിറ എണ്ണ കുഞ്ഞു കൊടുക്കുക. നല്ല മെരുങ്ങളെ വർത്താനം പറയാം. അവന്റെ കാശും അവന്റെ പോക്കറ്റിൽ നിന്ന് ചാടിക്കണം. അങ്ങനത്തെ ബാലം തലിക്കെട്ടുകാരും താടിക്കാരും തൊപ്പിക്കാരും തൊപ്പിൻ താടി ഇല്ലാത്ത വഹാബികളും ആയ ഒരാളോട് സഹകരിക്കരുത്. തൊപ്പിണ്ടാനും സഹകരിക്കരുത്, തലക്കെട്ടുണ്ടാനും സഹകരിക്കരുത്. ജനങ്ങളെ സോപ്പിട്ട് പൈസ പിടുങ്ങുന്ന പണ്ഡിതന്മാരോട് സഹവസിക്കരുത്. എന്തുകൊണ്ട്? അവർ നിന്റെ ഈമാനെ കൊന്നുകളയും. ഇത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം. എന്നേക്കുമായി കാസിനെ പുറത്താക്കി ഞാനല്ല പറഞ്ഞത്. സഹീൽ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ഞാൻ ഇവിടെ ഏറ്റു പറഞ്ഞു എന്നേ ഉള്ളൂ. കുഴപ്പമില്ല, തെളിവും പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഈ ഖാലിൽ പറയുന്നതിനെ കൊണ്ടുവരും. ഈ ഖാലിന്റെ കയ്യിലുണ്ട് കിതാബ്, കോഴിക്കോട് കിട്ടും. ഇവിടെ അന്വേഷിച്ചാൽ കിട്ടും. ഈ ഖാൽ മൂന്ന് വിഭാഗം ആളുകളെ ഒരിക്കലും സഹവസിക്കരുത്. ഒന്ന് അൽ ജബാബിറത്തുൽ ഗാഫിലീൻ വൽ ഖുറാഉൽ മുദാഹിനീൻ വൽ മുതസവ്വിഫീനൽ ജാഹിലിയ്യ. ജാഹിലിയങ്ങളായ സൂഫികൾ അവർ ജനങ്ങളെ കാഫിറാക്കും. ഏതെങ്കിലും കള്ളത്തൊരിക്കത്തേരൻ്റെ തലയെ കൊണ്ട് നമ്മൾ അങ്ങനെ തിരികെ വെച്ചിട്ട് നമ്മൾ കാഫിറാക്കും. ഒരാളെ മനസ്സിലായാലും സൂഫിയാണ് കുറച്ച് ദിക്ർ ചെല്ലുന്നെങ്കിൽ അവനെ പിന്നാലെ ഇറക്കൊന്നും ചെയ്യരുത്. അവൻ ആരായിരിക്കണം? അവന് ശരീഅത്തിനെ കുറിച്ച് അറിവുണ്ടാകും. ശരീഅത്തിന് അറിവുണ്ടാകും. ശരീഅത്തിനെ പാലിക്കാൻ അവൻ തയ്യാറാകണം. ശരീഅത്തിന്റെ വിജ്ഞാനം അവനുണ്ടാകണം. ജാഹിലീങ്ങളായ സൂഫികൾ അവർ ഇഷ്ടം പോലെ കൂണ് പോലെ പൊങ്ങാണ് നമ്മളെ നാട്ടിൽ. ഒരു വിവരമല്ല. ഓൻ ദിക്റും ചൊല്ലി ഔലിയ എന്തല്ലേ ഇല്ലേ? അങ്ങനത്തെ ആളുകളില്ലേ? കർണാടകയിൽ ഇല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചു. ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ നാട്ടു പാർക്കാത്ത പോലെ ഇരിക്കല്. ഇവിടെ ഉണ്ടോ എന്നല്ല എന്റെ ചോദ്യം. ദുനിയാവിലുണ്ടോ? ധാരാളം. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ കോളേജിന്റെ പരിധിയിൽ ഉണ്ട് എന്ന് ഒരു തല്ലുണ്ടാക്കാൻ വേണ്ടി പറയല്ല. മനുഷ്യന്മാരാ. അപ്പൊ ഇവരെയൊന്നും പിന്നാലെ നടക്കരുത്. ഭരണാധികാരികളെ പിന്നാലെ നാവും നീട്ടി അവരെ ബൽപ്പത്തരം പറഞ്ഞ് നടക്കരുത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്ന തണലുകളും നിഴലുകളും മാത്രമാണ്. ഇന്നൊരുത്തൻ നേതാവ്, നാളെ വേറൊരുത്തൻ നേതാവ്. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഇവരെയൊക്കെ നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ നടക്കുന്ന പണിയാണ്. അതാണല്ലോ ആകെ നടക്കുന്ന പണി. അതാണ് ആകെ സ്റ്റേജിൽ നടക്കുന്ന പണി. അതാണ് അല്ലാഹുവിന്റെ മാത്രം പറയുന്ന പണി. ദുനിയാവിൽ നീങ്ങിപ്പോയി. അതൊക്കെ പോയി.
അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ മഹ്ദി ഇമാം വരാനായിട്ടുണ്ട് ഏകദേശം, പക്ഷെ നമ്മൾ കുറ്റക്കാരാണ്. കാരണം മഹ്ദി ഇമാം വന്നാൽ ആദ്യം ചെയ്യുക ഇസ്ലാമിന് റൂഹ് ഊതലായിരിക്കും. ഇസ്ലാം മയ്യിത്തായി കിടക്കുന്ന കാലത്താണ് ആര് വരുന്നത്? പറയും, ആര് വരുന്ന? അപ്പൊ മഹ്ദി ഇമാം അടുത്ത കൊല്ലം വരും, 2024 വരും എങ്കിൽ 2023 ഇസ്ലാം പറയും മരിച്ച ഇസ്ലാമാണ്. 2025 വരും, അപ്പോഴും 2023 മരിച്ച ഇസ്ലാം തന്നെയാണ്. 2030 വരും, എന്നാലും നമ്മൾ മരിച്ച ഇസ്ലാമിലാണുള്ളത്. 2035 വരികയാണെങ്കിലും മഹ്ദി ഇമാം മരിച്ച ഇസ്ലാമിൽ തന്നെ നമ്മളുള്ളത്. ആഫ്റ്റർ 2050 മനസ്സിലായില്ല, 2050 കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് തൽക്കാലം കൊളസ്ട്രോളിനും ഷുഗറിനും ഗുളിക കുടിക്കാതെ വേഗം മരിച്ചോ. മേശറിന് അള്ള ചോദിക്കുകയാണെങ്കിൽ പറയാം, മഹ്ദി ഇമാം എൻ്റെ ഒക്കെ കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ വന്നത് പഠിച്ചോനെ, ആ ചാർജ് ഷീറ്റ് മാത്രം എൻ്റെ തലയിൽ കിടന്നിട്ട് ഞാൻ അല്ലാതെ തന്നെ കുറെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇസ്ലാമിനെ മരിപ്പിച്ച ലിസ്റ്റ് ഞാനല്ല, ഞാനും മരിച്ചിട്ട് പിന്നെയും ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? മഹ്ദി ഇമാം വരുന്ന കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്മുണ്ടോ? വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറ. നമ്മൾ ഈ കാണുന്ന പള്ളി പോലത്തെ പള്ളി റസൂലുള്ളാഹിന്റെ കാലത്തില്ല. തെറ്റല്ല, നമ്മളെ പള്ളി ചെറിയ പള്ളിയാണ്. ഇന്ന് എത്രയൊക്കെ കോടാന കോടിയുടെ പള്ളിയിൽ എത്രയാണ്. പക്ഷേ ഇവിടെ ഹിദായത്ത് ഉണ്ടാവില്ല, ഹിദായത്ത് എന്നൊരു സംഗതി ഉണ്ടാവില്ല. മഹ്ദി ഇമാം വരുമ്പോൾ ഖുർആനിൽ വരെയും കുറിയേ ഉണ്ടാവുള്ളൂ, ഖുർആൻ ഉണ്ടാവില്ല. നമ്മളെ കാക്കട്ടെ. പിന്നെ ഖുർആനെ തിരിച്ചു കൊണ്ടുവരും മഹ്ദി ഇമാം. ഖുർആൻ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇസ്ലാം മരിക്കൂലല്ലോ. നിങ്ങളുടെ കൂടെ അല്ലേ? ഖുർആൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം മരിക്കോ? ഖുർആൻ നീങ്ങിപ്പോയത് കൊണ്ടാണ് ആര് മരിക്കുന്നത്? ഇസ്ലാം മരിക്കുന്നത്. വളരെ ചിന്തിക്കണം. നമുക്ക് കുറച്ചാളുകൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ആകാൻ വേണ്ടി ഒരു നിലനിർത്തുന്ന ഇസ്ലാം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊക്കെ ഇപ്പൊ ഇസ്ലാമിന്റെ മുതലാളിമാരാണ്. ഞാൻ പ്രസിഡന്റ്, സെക്രട്ടറി. ഇസ്ലാം മരിച്ചുപോയാൽ പിന്നെ നമ്മളെങ്ങനെ പ്രസിഡന്റ് ആകും? ആ വർത്താനങ്ങൾ മേലാൽ പറഞ്ഞു, ഇസ്ലാം മരിച്ചുപോയി, പിന്നെ നമ്മൾ പ്രസിഡന്റാണ്. എന്ത് മൈനുള്ളത്? അപ്പോൾ ഇസ്ലാം ഇവിടെ നിലനിന്നു തന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെ വരുത്തി തീർക്കൽ നമുക്ക് നിർബന്ധം. കാരണം ഞാനാണല്ലോ പ്രസിഡന്റ്, ഞാനാണല്ലോ സെക്രട്ടറി, ഞാനാണല്ലോ മെമ്പർ, ഞാനാണല്ലോ ഖജാൻജി, ഞാനാണല്ലോ പ്രഗത്ഭനായ വക്താവ്. പത്രക്കാർ വിളിച്ചാൽ എല്ലാ വൈകുന്നേരങ്ങളും ചാനൽ ചർച്ചകളിൽ പോയി കളകള 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 എന്ന് പറയുന്ന നേതാവ് ഞാനല്ലേ. ഇസ്ലാം എങ്ങനെ വെച്ചു? എനിക്ക് ചാനലിൽ പോയി കളകള കളകള എന്ന് പറയണമെങ്കിലും ഇസ്ലാം ജീവിക്കണ്ട. മലപ്പുറം ജില്ലയിൽ തന്നെ ആരും വരാത്തൊരു കാട് ഏരിയയാണ് മുത്തേടം. അവിടെ ഉണ്ടായാളാ. അപ്പൊ എനിക്ക് നിന്റെ ഭാഷ അറിയുള്ളൂ, നിങ്ങളെ കടക്ക് ഭാഷ ഒന്നും അറിയില്ല. ഞാനൊരു നാടന. ഭാഗ്യത്തിനോ ഭാഗ്യക്കേടിനോ മൂല്യരായി പോയതാ. തല കൊടുത്ത് ചിന്തിക്ക്. പടച്ചോ നിനക്കിത് തന്നത് തിന്നാനല്ല, ആലോചിക്ക് എന്തായി പറയുന്നത്. മഹ്ദി ഇമാം ആ ചക്കരയൊക്കെ നിർത്തിക്കളി. മഹ്ദി ഇമാം വന്നാൽ നമുക്ക് മഹ്ദി ഇമാമിന്റെ പണിയെടുക്കും. അക്കാലത്തെ കാര്യങ്ങൾ നടക്കും. മഹ്ദി ഇമാമിന്റെ പണി മഹ്ദി ഇമാം വൃത്തിയായി എടുക്കുമ്പോൾ ഒരാളും അദ്ദേഹത്തിന്റെ കാലത്ത് എണീറ്റ് നിൽക്കാൻ ഉണ്ടാവില്ല. നമ്മളെ പണി എടുക്കാത്തത് കൊണ്ട് നമ്മൾക്ക് യാതൊരു ജീവനും ഇല്ല. വലിയ രസം എന്താന്ന് വെച്ചെങ്കിൽ, ഞാൻ ഈ ഹദീസ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയാണ്, എന്ത്? ഇനി ഒരു കാലഘട്ടം ഭക്ഷണത്തെളികയിലേക്ക് ചുറ്റുമിരിക്കുന്ന ആർത്തി പൂണ്ട തീറ്റക്കാർ കൈനീട്ടി വാരി വലിച്ച് തിന്ന് തീർക്കും പോലെ ഈ സമുദായത്തെ മറ്റുള്ളവരെല്ലാം തിന്നു തീർക്കുന്ന ഒരു കാലം വരും. അപ്പോൾ സ്വഹാബികൾ ചോദ്യം, ഈ ചോദ്യത്തിലാണ് ഈ ഹദീസിൽ എനിക്ക് അത്ഭുതം തോന്നുന്നത്. അവർ ചോദിക്കുന്നത്, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവാണോ? ഈ ചോദിക്കണ ഒരു എണ്ണത്തിൽ കുറവല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല,
ഈ ചോദിക്കണൊരു അക്കാലത്ത് ഭൂമിയിൽ ഏറ്റവും എണ്ണുള്ളവരാണ്. ഒന്ന് പറയും മനുഷ്യന്മാരെ, ആണോ? അല്ല, ഇവരെന്നെ ഖലീലാണ്. ഇവർ കസീറാണെന്ന് ഇവർ വിചാരിച്ചപ്പോൾ അടിച്ചിട്ട് അള്ളാഹു അവരെ ശരിയാക്കി. ഇവർക്കൊരിക്കൽ തോന്നി ഞങ്ങൾ കസീറാണ്, അപ്പോൾ അടിയാണ് കിട്ടി. ആർക്ക് കിട്ടി? സ്വഹാബികൾക്ക് അടി കിട്ടി, അടിയാണ് കിട്ടി. റബ്ബിനെ കിട്ടി. എന്തേ? അവർ വിചാരിച്ചു പോയി ഞങ്ങൾ കസീറാണ്. നിങ്ങൾ ഒന്നുകൂടി വരിക. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? പറയുന്നത് മനസ്സിലാവണില്ലേ? എന്താ ഹദീസ്? അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. എല്ലാവരും കൂടി ഞങ്ങളെ വലിച്ചു വാരി തിന്നുന്ന കാലത്ത് ഞങ്ങൾ എണ്ണത്തിൽ കുറവാകുമോ? ലാ ബൽ അൻതും കസീർ. അതാണ് രോഗം. അന്ന് ഇവർ ഖലീലാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത്, ഇവർ കസീറാണെന്ന് ഇവർക്ക് തോന്നിയപ്പോൾ അല്ലാഹു ആർക്ക് പറയണ? എനിക്ക് പേടിയില്ല, പിന്നെ നിങ്ങൾക്ക് പേടി? ഖുർആനല്ലേ പറയണ? അടി കിട്ടി. ആർക്ക്? നിങ്ങളെന്തിനാ പേടിക്കണേ? പറഞ്ഞു പറയാലോ. ആർക്കടി കിട്ടി? സ്വഹാബികൾ. ഇപ്പൊ ബോധനം. ആർക്കടി കിട്ടി? സ്വഹാബികൾക്ക് അടി കിട്ടി. സ്വഹാബികളെ അടിക്കും. നമുക്ക് ഏറ്റവും വലിയ ദോഷം, നമ്മളൊക്കെ മഹാന്മാരാണ്, നമ്മളെ പഠിച്ചോൻ അടിക്കൂല. പഠിച്ചോൻ സ്വഹാബികളെയും അടിച്ചോനാ. നിങ്ങളിന്റെ കൂടെ വരണം. എന്തേ എന്തേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم. ഹുനൈനിലേക്ക് പോയപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആളുണ്ട് എന്ന ഒരു നാട്യത്തിലാണ് നിങ്ങൾ പോയത്. ഓടി സ്വഹാബികൾ ഓടി. فبقي وثبت مع النبي المصطفى 166 بس وهم 12,000. അവർ എത്ര ആളുണ്ടായിരുന്നു? 12,000 ആളുള്ള സമയത്ത് ഓടി. فبقي مع النبي المصطفى. അടി കിട്ടിയപ്പോൾ സ്വഹാബികൾ പിന്തിരിഞ്ഞോടി. മനസ്സിലാവുണ്ടോ? പറഞ്ഞു ഇങ്ങോട്ട് നോക്ക്. സ്വഹാബികൾ പിന്തിരിഞ്ഞോടി. ഒരു അഭിപ്രായം അവർ എത്രയുണ്ടായിരുന്നു? 12,000 എന്നാണ് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. അതാണ് അവർക്ക് നാട്യം വരാൻ കാരണം ഞങ്ങൾ ബദറിൽ 300 ചില്ലാനമേ ഉള്ളൂ, ഇന്ന് ഞങ്ങൾ 10,000 ഇത് അഅജബതുക്കും, നിങ്ങളെ അത്ഭുതപ്പെടുത്തി, കസ്റത്തുക്കും, നിങ്ങളുടെ എണ്ണപ്പെരുപ്പം. ഫലം തുഗ്നി അൻകും ശൈഅൻ, പിന്നെ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടായതുമില്ല. വളാഖത അലൈക്കുമുൽ അർദു, നിങ്ങളുടെ മേൽ ഭൂമി കുടിസായി. ബിമാ റഹബത്ത്, ഭൂമി അന്നും വിശാലം തന്നെയായിരുന്നു. അതിന്റെ അർത്ഥം എപ്പോഴൊരാൾക്ക് ഭൂമി കുടിസാവുക? മനുഷ്യന്മാരെ, റോട്ടിലൂടെ കൊണ്ടുപോകുന്ന വലിയ ഹൈവേ റോട്ടിലൂടെ ഒരാൾ പോവുക, അപ്പോഴാണ് റോട്ടിലൂടെ നടത്തി കൊണ്ടുപോകുന്ന ഒരു ആനക്ക് പെട്ടെന്ന് മതളകി. ആന ചീറി, ആന നെട്ടോട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ 6 വരി പാതയിലൂടെ നടന്നു പോകുന്ന ആൾക്ക് ഭൂമി സ്ഥലമതിയാകതെ. മനസ്സിലായില്ല? പേടിയായാലാണ് മനുഷ്യന്. ഒന്ന് പറയും മനുഷ്യന്മാരെ, ഭൂമി ചെറുതാണെന്ന് തോന്നുന്ന ഭയം ഉണ്ടാവുമ്പോഴാണ്. ഭയമില്ലെങ്കിൽ, ഒരുമുണ്ടെങ്കിൽ ഒലക്കമലും കിടക്കാൻ തുടങ്ങി പഴയ കാലത്ത്. അല്ലേ? അങ്ങനെയല്ലേ? ഒരുമുണ്ടെങ്കിൽ ഒലക്കമലും കിടക്കാന്ന പ്രമാണം. ഇത് നിങ്ങൾ ചിന്തിക്കണം. സ്വഹാബികൾക്ക് അല്ലാഹുവിന്റെ അടി കിട്ടി. സ്വഹാബികളെ അല്ലാഹു ആക്ഷേപിച്ചു. എന്തേ? ഇത് അഅജബതുക്കും, നിങ്ങളെ അത്ഭുതപ്പെടുത്തി. എന്ത്? കസ്റത്തുക്കും, നിങ്ങളുടെ ധാരാളിത്തം എമ്പാടും. ഫലം തുഗ്നി അൻകും ശൈഅ വളാഖത അലൈക്കുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞോടി. ആരെ പറ്റി പറയുന്നത്? സ്വഹാബി. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها. അപ്പോൾ 166 ആളും നബിയും പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നു. മൻ ഹസമ നബിയുൻ, ഒരു നബിയും ചരിത്രത്തിൽ പിന്തിരിഞ്ഞോടിയിട്ടില്ല. ലോക ചരിത്രത്തിൽ ഒരു നബി പിന്തിരിഞ്ഞോടിയിട്ടില്ല. സ്വഹാബി പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ഓതിന്റെ കൂടെ ഹിഫ്ളിങ്ങളില്ലേ? നിങ്ങൾ മുദ്ബിരീൻ, നിങ്ങൾ ശത്രുവിന്റെ നേർക്ക് ദുബുറും കാട്ടി ഓടി.
മുദ്ബിർ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ മുഖത്തേക്ക് ദുബിർ കാട്ടുന്നതിനാണ് മുദ്ബിർ എന്ന് പറയും. പുറത്തു പറയരുത്. നീ ദുബിറിന്റെ വായന അത് ഞാൻ പറഞ്ഞ രാവിലെ കക്കൂസിലിരിക്കുന്ന ഓട്ടയുടെ ഭാഗത്തിനാണ് ദുബിർ എന്ന് പറയുന്നത്. അള്ളാഹ് ഖുർആൻ പറയാമെങ്കിൽ നമുക്ക് മാനിയും പറയാലോ. ഇത് അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു മുദ്ബിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുഖ്ബിരി മുദ്ബിരി എന്ന് പറഞ്ഞാൽ ദുബർ കാട്ടി കൊടുത്തു. ആർക്ക്? ശത്രുക്കൾ. നിങ്ങൾ പാഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ മൻ ഹസമ നബിയ്യു, ചരിത്രത്തിൽ ഒരു നബിയും തോറ്റോടിയിട്ടില്ല. കുറച്ചാളുകൾ നബിയോട് കൂടെ വമിൻഹും അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി മഅനഹും 166 166 ആളുകൾ ഒരു ന്യൂനപക്ഷം നബിയുടെ കൂടെ നിന്നു. അവരൊന്നും വരൂല, ധൈര്യമായിട്ട്. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها. 166 പ്രതിസന്ധിയിൽ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ അള്ളാഹു പട്ടാളത്തെ ഇറക്കി. കാരണം മറ്റൊരു നേരത്തെ പട്ടാളം ഇറക്കി കൂടായിരുന്നു, ഇറക്കൂല. കാരണം എന്തൊരു മനുഷ്യന്മാരാണ്. എന്നാ അള്ളാഹു തആലക്ക് നേരത്തെ ഒരു പട്ടാളം ഇറക്കി കൂടെ. ആർക്ക്? പട്ടാളക്കാർ വേറെ ഏതോ നാട്ടിൽ പോയിട്ട് തിരക്കായിട്ട് പട്ടാളക്കാർ ഇല്ലാതായതുകൊണ്ടാണോ? അതായത് അപ്പോഴത്തിന് അമേരിക്കയിൽ ഒരു പ്രശ്നം പൊട്ടി. അപ്പോൾ അള്ളാഹു തആല അമേരിക്കയിലേക്ക് പട്ടാളത്തിനെ അയച്ച സമയത്താണ് പെട്ടെന്ന് ഇവിടെ പണിയിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ പട്ടാളത്തിനെ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് നേരം വൈകിയതാണോ? പറയും മനുഷ്യന്മാരെ. ഈ പട്ടാളത്തിന് അള്ളാഹു തആല നേരത്തെ തന്നെ അയച്ചില്ല. എന്തുകൊണ്ട് അയച്ചില്ല? ഇത് നിങ്ങൾ വലിയ കൂട്ടരാ, വലിയ പാർട്ടിയാ, വലിയ സംഘടനയാ, വലിയ ആളുള്ളവരാ. ഇതാണ് നിങ്ങളുടെ നാട്ടിൽ. തല കൊടുത്ത് ഇന്ത്യയാളി, തല കൊടുത്ത് ചിന്തിച്ചാളി. കെസ്റത്തൊന്നും ഇസ്ലാമിൽ ഒരു ചുക്കുമല്ല. അതൊക്കെ വെറും വർത്താനം. അതൊക്കെ പെണ്ണുങ്ങൾ പറയുന്ന വർത്താനാണ് കെസ്റത്ത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഈമാൻ മാത്രം. അവന്റെ അച്യുതണ്ട് ഒന്നും സംഭവിക്കില്ല. എന്താ നടക്കേണ്ടതൊക്കെ നടക്കും. നടന്നില്ലേ എന്താ? എന്ത് നടന്നാലും എന്ത്? ഹുസൈൽ കൂടുതൽ അപ്പത്ത് നടക്കാതിരിക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം. പക്ഷെ എന്ത് നടക്കും? മുഖദ്ദിറായ റബ്ബ് തഖ്ദീറാക്കിയതെല്ലാം നടക്കും. അതിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് അത് ഖൈറുമായിരിക്കും. അജബല്ലി അംരിൽ മുഅ്മിനി ഫഇന്നൽ അംറ കുല്ലഹു ലഹു ഐ ഇൻ ജാഅൽ മഹ്ദി ഫഹുവ ഖൈറു ലഹു വഇൻ ലം യജി ഫഹുവ ഖൈറു ലഹു. അങ്ങനെയാണ് അർത്ഥല്ലേ? അല്ല, അതിൽ പെടൂല. അങ്ങനെയല്ല. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം എന്താണെങ്കിലും അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, കാര്യങ്ങൾ എന്താണെങ്കിലും അവന് ഗുണമായിരിക്കും.